പാലക്കാടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ബൂത്തുകളിലും മികച്ച പോളിംഗ് ആണ് നടക്കുന്നത്. വോട്ടർമാർ രാവിലെ മുതൽ തന്നെ കാത്തുനിന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു. അത് സ്ത്രീകളുണ്ട്, അതേപോലെ തന്നെ പുരുഷന്മാർ, പ്രായമായവർ, അതേപോലെ തന്നെ യുവാക്കൾ എല്ലാമുണ്ട്, അമ്മമാരുണ്ട്. അവരൊക്കെ തന്നെ പ്രായഭേദമന്യേ എല്ലാ ജനങ്ങളും രാവിലെ മുതൽ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു. പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇനിയും ഏകദേശം 1.5 വർഷത്തോളം മാത്രമായിരിക്കും ഇപ്പോൾ വിജയിക്കുന്ന MLAക്ക് നിയമസഭയിൽ അംഗത്വം ലഭിക്കുക. പിന്നീട് പൊതു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പിന് കാണുന്ന ഒരു മന്ദതയൊന്നും പാലക്കാട് കാണാനില്ല. ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം തന്നെ എല്ലാ ബൂത്തുകളിലും കാണുന്നു. എല്ലാ ബൂത്തുകളിലും വോട്ടർമാർ കാത്തുനിന്ന് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നു. രാവിലെ 7 മണി മുതൽ തന്നെ ഈ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. അരുൺ ആലത്തൂർ ഇപ്പോൾ ഏത് ബൂത്തിലാണ്? അവിടെ വോട്ടർമാരുടെ ഒരു പ്രതികരണം അതൊക്കെ ലഭിക്കുന്നുണ്ടോ അരുൺ? വിനോദ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കുന്നത്തൂർ മേട് ഗവൺമെൻറ് സ്കൂളിലെ പോളിംഗ് കേന്ദ്രത്തിലാണ്. ഇവിടെയും അത്യാവശ്യം തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ നിന്ന അയ്യപുരത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര കണ്ട് തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല. എന്നാലും സാമാന്യം തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കുന്നത്തൂർ മേടിനെ ഈ ഒരു ഭാഗത്തേക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ 6.76 എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മികച്ച ഒരു പോളിംഗിലേക്ക് ഇത്തവണ പാലക്കാട്ടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കടക്കും എന്നുള്ളത് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്നൊരു വിമുഖത എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് അതൊന്ന് വരുത്തി വെച്ചതാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് യാതൊരു സാഹചര്യത്തിലും വേണ്ടിയിരുന്നതല്ല. ജനങ്ങളെ വീണ്ടും ഇങ്ങനെയൊക്കെ കാത്തുനിന്ന് പോളിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഒരു ബുദ്ധിമുട്ടിക്കുന്ന കാര്യമായിരുന്നു എന്നുള്ള അഭിപ്രായമായിരുന്നു പൊതുവെ ആദ്യഘട്ടങ്ങളിലൊക്കെ ആളുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് നമ്മൾ പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ആവേശത്തിലേക്ക് വന്നപ്പോൾ ആളുകളത് എന്തായാലും അത് ഇത്തവണ ഒരു സമ്മതിദായ അവകാശം കൃത്യമായിട്ട് തന്നെ വിനിയോഗിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിലും ഇപ്പോൾ പോളിംഗ് നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 180 പോളിംഗ് ബൂത്തുകളും ഒപ്പം തന്നെ ഓക്സിലറി ബൂത്തുകളും ഉൾപ്പെടെ 184 ഇടത്തും സാങ്കേതിക പ്രശ്നങ്ങളോ മറ്റോ ഒന്നും ഇപ്പോൾ നിലവിൽ എവിടെയും ഇല്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ ആരംഭിച്ച സമയത്ത് ചിലയിടത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരിടത്തും സാങ്കേതിക പ്രശ്നങ്ങളോ മറ്റോ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ വിവിധ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റുമാരും മറ്റുമൊക്കെ നേരത്തെ തന്നെ എത്തിയിരുന്നു. കൃത്യം 5:30-ക്കാണ് പോളിംഗ് ബൂത്തുകളിൽ നടപടികൾ മോക്ക് പോളിംഗ് ഉൾപ്പെടെ ആരംഭിച്ചത്. 5:30-ക്ക് മോക്ക് പോളിംഗ് ആരംഭിച്ച് ഒരു 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചു. സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ നേരത്തെ എത്തി തന്നെ വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി എന്നുള്ളതാണ്. NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ അയ്യപുരത്താണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ P. സരിൻ മണപ്പുള്ളിക്കാവിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇവർ രണ്ടുപേർക്ക് മാത്രമാണ് പാലക്കാട് വോട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാലക്കാട് വോട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം പ്രതികരിച്ചത് ഇത്തവണ വിജയം എന്തായാലും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ് എന്നുള്ളതാണ്. ഇനി എത്ര വോട്ടിന് വിജയിക്കും എന്നുള്ളത് മാത്രമാണ്, ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ളത് മാത്രമാണ് എനിക്ക് കണക്ക് കൂട്ടാനുള്ളത്. അതെന്തായാലും 10,000-ലധികം വോട്ടുകൾക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് BJP ക്യാമ്പുകളിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങൾ പ്രധാനമായും ഉയർത്തിയത് വികസനമാണ്. അതുകൊണ്ട് തന്നെ വികസനത്തിന് ഒരു വോട്ട് പാലക്കാട് മണ്ഡലത്തിൻ്റെ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയൊരു 1.5 വർഷ കാലയളവിൽ മാത്രമാണ് ഇവിടെ ആര് വിജയിച്ചാലും അവർക്ക് 1.5 വർഷ കാലയളവ് മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. ആ 1.5 വർഷ കാലയളവിൽ വലിയ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പാക്കുക എന്നുള്ളതാണ് NDA ഉദ്ദേശിക്കുന്നത്, BJP ഉദ്ദേശിക്കുന്നത്. അതിന് തങ്ങൾക്ക് കഴിയും. കഴിഞ്ഞ തവണ മെട്രോമാൻ E. ശ്രീധരനെ ചിലപ്പോൾ പാലക്കാട്ടുകാർ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ മണ്ഡലത്തിൽ സമഗ്രമായ വികസനം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇപ്പോഴേതായാലും അവർ തിരഞ്ഞെടുത്ത MLA അവരെ പാതി വഴിക്കിട്ടിട്ട് പോയി എന്നുള്ളൊരു വിമർശനം വലിയ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ MLA സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉയർന്നിട്ടുണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള ആക്ഷേപങ്ങൾ, വിവിധ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കാതിരുന്നു എന്നുള്ള കാര്യങ്ങൾ, അതൊന്നും ഇപ്പോൾ
ഉയരുന്നുണ്ട്. അതായത് മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിച്ച വേളയിലായിരുന്നു പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പ്രശ്നം ഉൾപ്പെടെ വലിയ ചർച്ചാ വിഷയമായത്. നഗരസഭ ടൗൺ ഹാള് ഷാഫി പറമ്പിൽ 3.5 കോടി രൂപ നൽകാമെന്ന് പറഞ്ഞ് പൊളിച്ചിട്ട് പോയതാണ്. പക്ഷേ അത് പിന്നീട് പുനർനിർമ്മാണം കൃത്യമായി നടത്തിയില്ല എന്നുള്ള വലിയ ആക്ഷേപം അന്ന് മെട്രോമാൻ മത്സരിക്കുമ്പോൾ ഉയർന്നിരുന്നു. മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ പേരിൽ അവിടുത്തെ നിരവധി ക്ലാസ് മുറികൾ പൊളിച്ചിട്ടിട്ട് അത് പിന്നീട് പുനർനിർമ്മിച്ചിട്ടില്ല എന്നുള്ള പരാതിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഷാഫിക്കെതിരെ ഉയർന്നിരുന്നു. ഇതിന് പുറമെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഒരു സ്തംഭനാവസ്ഥയാണെങ്കിലും അതല്ലെങ്കിൽ നഗരസഭ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുള്ള ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ നവീകരണമാണെങ്കിലും ഇങ്ങനെ വിവിധങ്ങളായ പാലക്കാട് നഗരത്തിൻ്റെ തന്നെ വികസന പദ്ധതികൾ പലതും ഷാഫി പറമ്പിൽ തുടങ്ങി വയ്ക്കുന്നു. പിന്നീട് അത് പൂർത്തിയാക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കഴിഞ്ഞ തവണ മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിച്ച സമയത്ത് പ്രധാന രാഷ്ട്രീയ ചർച്ചയായിരുന്നു, തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചയായിരുന്നു. കൂടാതെ ഷാഫിയുടെ അഭിമാന പദ്ധതിയാണെന്ന് പറയുന്ന മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൽ ചികിത്സ ഇപ്പോഴും കിടത്തി ചികിത്സയില്ല, അവിടെ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നില്ല, ശസ്ത്രക്രിയയില്ല, ഇങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതൊക്കെ മെട്രോമാൻ മത്സരിച്ച ആ കാലയളവിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. പക്ഷേ ഈ 3.5 വർഷ കാലയളവിൽ അന്ന് ഇതെല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞായിരുന്നു ഷാഫി വോട്ട് നേടി വിജയിച്ചത്. പക്ഷേ എന്നിട്ടും 3.5 വർഷം കഴിഞ്ഞിട്ടും ആ കാര്യങ്ങളിലൊന്നും ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. ഇപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താണോ, എന്തൊക്കെ വിഷയങ്ങളാണോ, ഏതൊക്കെ ജനകീയ വിഷയങ്ങളാണോ, മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളാണോ MLAക്കെതിരെ അതുപോലെ തന്നെ UDFനെതിരെയൊക്കെ ഉയർത്തിയിരുന്നത്, അതേ വിഷയങ്ങൾ ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ നിലനിൽക്കുന്നു. അതിലൊന്നും ഒരു പരിഹാരം കാണുന്നതിന് ഷാഫിക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം ഉയരുന്നുണ്ട്. ഷാഫി തൻ്റെ ഒരു പിൻഗാമിയെ കൊണ്ടുവന്ന് ഇനിയും നടപ്പാക്കാൻ പോകുന്നില്ല എന്നാണ് പൊതുവെ BJPയും LDFും ഉൾപ്പെടെ ആരോപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് BJP NDA ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒപ്പം തന്നെ മണ്ഡലത്തിൻ്റെ വികസനം അത് NDA വിജയിക്കുകയാണെങ്കിൽ, C കൃഷ്ണകുമാർ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് BJP പ്രധാനമായിട്ടും പറയുന്നത്. കാരണം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ MLAയോ MP പോലും ഇല്ലാതെ തന്നെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി 3800 കോടിയുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, അതുപോലെ തന്നെ IIT, ഫുഡ് പാർക്ക്, ഡിഫൻസ് പാർക്ക് തുടങ്ങി കൈ അയച്ചുള്ള വികസന പദ്ധതികളാണ് ഒരു MLAയോ MP പോലും ഇല്ലാത്ത നാടിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നും ഒരു ജനപ്രതിനിധി കൂടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ കുറച്ചധികം പാലക്കാട്ടേക്ക് എത്തും എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിൽ എത്തിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് BJP പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല അവർ അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാഷ്ട്രീയ രംഗത്തെ ഒരു പുതുമുഖമല്ല. അദ്ദേഹം കാലങ്ങളായി താഴെ തട്ടിൽ നിന്നും വളർന്നു വന്നിട്ടുള്ളതാണെന്നുള്ളതാണ് BJP പ്രധാനമായും പറയുന്നത്. പാലക്കാട് നഗരസഭയിലെ സാധാരണ കൗൺസിലറായിട്ട് തുടങ്ങിയ വ്യക്തി ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ UDFിൻ്റെയും എല്ലാം വാർഡുകളിൽ കൗൺസിലറായി മത്സരിച്ച് ആ വാർഡുകളൊക്കെ പിടിച്ചെടുത്ത് പിന്നീട് അതിനെ BJPയുടെ കുത്തക വാർഡുകളാക്കി മാറ്റിയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡാണ് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കൂടാതെ തന്നെ അദ്ദേഹം നഗരസഭയിലെ പാലക്കാട് നഗരസഭ, കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു നഗരസഭ ഭരണം ലഭിക്കുന്നത് പാലക്കാടാണ്. ആ പാലക്കാട് നഗരസഭയെ അത്തരത്തിൽ ഭരണത്തിലേക്ക് എത്തിക്കുന്നതിന് ചുക്കാൻ പിടിച്ചത്, അതിനേക്ക് നേതൃത്വം നൽകിയത് C കൃഷ്ണകുമാറാണ് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. കൂടാതെ തന്നെ അദ്ദേഹം നഗരസഭയിലെ വൈസ് ചെയർമാനായിരുന്ന കാലയളവിലാണ് പാലക്കാട് നഗരത്തിൽ വലിയ രീതിയിലുള്ള വികസന പദ്ധതികൾ നടന്നിട്ടുള്ളത്. അത് അമൃത് പദ്ധതി, മലമ്പുഴയിൽ നിന്നും കുടിവെള്ളം പാലക്കാട് നഗരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു അമൃത് പദ്ധതിയാണെങ്കിൽ, അമൃത് പദ്ധതിയിൽ നഗരത്തിലെ പ്രളയവും മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നഗരത്തിലെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിലടിയിലാവുന്നത് തടയുന്നതിന് വേണ്ടി അഴുക്കുചാലുകൾ നവീകരിച്ചതാണെങ്കിലും, വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ റോഡിൻ്റെ ഇരുവശവും നടപ്പാതകൾ കെട്ടിയതാണെങ്കിലും, വിക്ടോറിയ കോളേജിൻ്റെ അവിടെയും അതുപോലെ തന്നെ മോയിൻസ് സ്കൂൾ ഭാഗത്തുമെല്ലാം വിദ്യാർത്ഥികൾക്ക് റോഡ് ഇടമുറിച്ച് കിടക്കുന്നതിന് വേണ്ടിയുള്ള മേൽപ്പാലങ്ങൾ നിർമ്മിച്ചതാണെങ്കിലും, പാലക്കാട് തന്നെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ട് റെയിൽവേ ഇടമുറിച്ച് കിടക്കുന്നതിന് വേണ്ടി കേരളത്തിലെ തന്നെ രണ്ടാമത്തെ പൊതുസ്ഥലത്തെ ഒരു എസ്കലേറ്റർ സംവിധാനം ഉണ്ടാക്കിയതാണെങ്കിലും, വിവിധ ഇടങ്ങളിൽ അമൃത്
പാർക്കുകൾ നിർമ്മിച്ചതാണെങ്കിൽ അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം C. കൃഷ്ണകുമാർ നഗരസഭ വൈസ് ചെയർമാനായിരുന്ന കാലയളവിൽ നടത്തിയിട്ടുള്ള വികസന പദ്ധതികൾ അത് എടുത്തു പറയാൻ അവർക്ക് ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഒരു നഗരസഭയിലേക്ക് പോലും എത്തിക്കാൻ C. കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം MLA ആവുകയാണെങ്കിൽ പാലക്കാടിൻ്റെ വികസനത്തിന് പലതരത്തിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് BJP പറയുന്നത്. CSR ഫണ്ടുകൾ ഉൾപ്പെടെ ഈ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിച്ച് പാലക്കാട് മണ്ഡലത്തിൻ്റെ ഓരോ വികസന പ്രശ്നങ്ങൾക്കും ഒരു കൃത്യമായ പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ളതാണ് BJP പ്രധാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത്. വിവാദങ്ങൾക്കപ്പുറം വികസനം എന്നുള്ളതാണ് അവർ ഏറ്റവും കൃത്യമായി തന്നെ വോട്ടർമാരുടെ അടുത്ത് പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം തന്നെ BJP പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയപരമായിട്ട് BJP വിജയിക്കേണ്ടതിൻ്റെ ഒരു സാഹചര്യം കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് മുനമ്പം പോലുള്ള വിഷയങ്ങളിൽ ഇടത് വലത് മുന്നണികൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കി ആ മുനമ്പത്തെ ഉൾപ്പെടെ ജനങ്ങളുടെ ആ ഒരു ദുരിതത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിയമസഭയിൽ എല്ലാവരും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുമ്പോൾ അവിടെ ഒരു NDA പ്രതിനിധി ഉണ്ടെങ്കിൽ BJP പ്രതിനിധി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം വഖഫ് പോലുള്ള ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും ഒരുമിച്ച് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുമ്പോൾ അതിൽ ഒരു എതിർ സ്വരമെങ്കിലും ഉണ്ടാവും. അത് C. കൃഷ്ണകുമാർ എന്ന വ്യക്തിയിലൂടെ സാധ്യമാവും എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ടതാണ് നിരവധി ഇടങ്ങളിൽ BJP വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നിരവധി മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അതിപ്പോൾ ആലപ്പുഴയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും അതല്ലെങ്കിൽ തിരുവനന്തപുരമാണെങ്കിലും നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ BJP മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ഒരു 20 സീറ്റിന് മുകളിൽ കേരളത്തിൽ നേടാൻ BJPക്ക് കഴിയുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ഒന്നാം സ്ഥാനത്തെത്തിയത് എന്ന് നോക്കുമ്പോൾ ഏറെക്കുറെ 20ഓളം സീറ്റുകളിൽ BJPക്ക് വലിയ മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിരവധി മണ്ഡലങ്ങളിൽ വിജയിക്കാനാവും എന്നുള്ളൊരു ആത്മവിശ്വാസം BJP ക്യാമ്പുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു സെമി ഫൈനൽ കൂടിയായിട്ട് തന്നെയാണ് ഈ ഒരു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിനെ NDA കാണുന്നത്, BJPയെ കാണുന്നത്. C. കൃഷ്ണകുമാർ നിയമസഭയിലെത്തി അവിടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അവിടെ കൂടുതൽ BJP പ്രതിനിധികൾക്ക് നിയമസഭയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കും എന്നുള്ളത് തന്നെയാണ് BJP ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും NDA സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം തന്നെ മാറി മറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുകയുണ്ടായി. ആ സുരേഷ് ഗോപിയുടെ വിജയം അത് പാലക്കാടും ആവർത്തിക്കും എന്നുള്ളതാണ് BJP ക്യാമ്പുകൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂരിലുണ്ടായ ആ ഒരു വിജയക്കാറ്റ് അത് പാലക്കാട്ടേക്കും എത്തും എന്നുള്ളതാണ് BJP ക്യാമ്പുകളിലെ പ്രതീക്ഷ. നിലവിലേതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഇടത്തും ചിലയിടങ്ങളിൽ നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്, ചില ഇടങ്ങളിൽ തിരക്ക് സ്വതവേ കുറച്ച് കുറവായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും രാവിലെ സമയമായതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാരുടെ അതെ, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, നമ്മൾക്കറിയാം, അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. ഈ നഗരസഭാ പരിധി കൂടാതെ 3 ഗ്രാമപഞ്ചായത്തുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. അത് മാത്തൂർ, കണ്ണാടി, പിരായിരി എന്നീ 3 ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഈ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതാണ്, നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. മറ്റ് 3 പഞ്ചായത്തുകളിലും NDAയുടെ സ്ഥിതി എങ്ങനെയാണ്? വോട്ട് നില അവിടെ കൂടി വർദ്ധിപ്പിച്ചാൽ ഈ നഗരസഭയിൽ കൃത്യമായി ഭൂരിപക്ഷം നിലനിർത്തുന്നു. ഈ 3 ഗ്രാമപഞ്ചായത്തുകൾ കൂടി വിജയം അല്ലെങ്കിൽ അവിടെ കൂടി ഭൂരിപക്ഷം വോട്ടുകൾ ലഭിച്ചാൽ NDA സ്ഥാനാർത്ഥി നിഷ്പ്രയാസം ജയിച്ച് കയറാനുള്ളൊരു സാഹചര്യമല്ലേ പാലക്കാട്ട് നിലനിൽക്കുന്നത്? അരുൺ. തീർച്ചയായിട്ടും വിനോദ്,
തീർച്ചയായിട്ടും വിനോദ്, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുൻ തിരഞ്ഞെടുപ്പുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം വോട്ട് നേടിയിട്ടുള്ളത് അത് പാലക്കാട് നഗരസഭയിൽ നിന്ന് തന്നെയാണ്. നഗരസഭയിൽ നിന്ന് മാത്രം വലിയ ഒരു വോട്ട് പെർസെൻറ്റേജ് BJP നേടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ നഗരസഭ BJP ഭരിക്കുന്ന ഒരു നഗരമായതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇത്തവണ കുറച്ചധികം വോട്ടുകൾ നേടുക, അതായത് സാധാരണ എത്ര വോട്ട് പെർസെൻറ്റേജ് നഗരസഭയിൽ നിന്നും ലഭിക്കുമോ അതിനേക്കാൾ കുറച്ചധികം വോട്ട് ഇത്തവണ നഗരസഭയിൽ നിന്നും നേടുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം. ഒപ്പം തന്നെ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ 3 പഞ്ചായത്തുകൾ, അതായത് പിരായിരി, മാത്തൂര്, കണ്ണാടി, ഈ പിരായിരി, മാത്തൂര്, കണ്ണാടി പഞ്ചായത്തുകളിലും ഇത്തവണ കൃത്യമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് BJP ക്യാമ്പുകളിൽ പ്രധാനമായും പ്രതീക്ഷയായി പറയുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ഈ മെട്രോമാൻ E. ശ്രീധരൻ മത്സരിച്ച ആ ഒരു വേളയിലൊക്കെ പരിശോധിക്കുമ്പോൾ ഈ പാലക്കാട് നഗരത്തിൽ BJP NDA വലിയ വോട്ട് നില നേടുകയും നഗരസഭയിൽ നിന്നും ഈ പഞ്ചായത്തുകളിലേക്ക് കടന്നപ്പോഴാണ് അല്പം വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഈ പഞ്ചായത്തുകളിലും BJPക്ക് അനുകൂലമായ, C. കൃഷ്ണകുമാറിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം അവിടെയും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും BJPയുടെ വിലയിരുത്തൽ. മാത്രമല്ല കഴിഞ്ഞ തവണ ഈ വോട്ടെണ്ണൽ സമയത്ത് നഗരസഭയും മറ്റുമൊക്കെ ആദ്യ റൗണ്ടുകളിലൊക്കെ BJP സ്ഥാനാർത്ഥിയായ NDA സ്ഥാനാർത്ഥിയായ മെട്രോമാൻ E. ശ്രീധരൻ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ആ വോട്ടെണ്ണൽ അത് പിരായിരി പഞ്ചായത്തിലേക്ക് കടന്നപ്പോൾ ആ പിരായിരി അവസാന റൗണ്ടിൽ പിരായിരി പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് E. ശ്രീധരൻ അദ്ദേഹം താഴേക്ക് പോയതും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായതും. ഇത്തവണ ഏതായാലും എത്ര തന്നെ ഏതായാലും ഇത്തരം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് 3 പഞ്ചായത്തുകളിൽ ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. പൊതുവെ സ്ഥാനാർത്ഥി പര്യടനത്തിനും മറ്റുമൊക്കെ പോയപ്പോൾ അവിടെ ജനങ്ങളുടെ ഇടയിൽ ഈ MLA പാതി വഴിയിൽ ഇത്തരത്തിൽ തങ്ങൾ കഴിഞ്ഞ തവണ 3 തവണ അടുപ്പിച്ച് 3 തവണ വിജയിപ്പിച്ച് വിട്ടിട്ടും തങ്ങളെ ഇങ്ങനെ പാതി വഴിയിൽ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് BJP പ്രധാനമായിട്ടും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എതിരായ ഒരു വിധിയെഴുത്ത് കൂടെ ആയിരിക്കും ഇത്തവണത്തേത് എന്നുള്ളതാണ് BJP ക്യാമ്പുകളിലെ പ്രതീക്ഷ. നമുക്കും സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചത്, അതായത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച് ഇത്രയും ദിവസമായി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട് കടക്കുമ്പോൾ പ്രധാനമായിട്ടും വളരെ ആവേശത്തോടു കൂടി രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും, അതായത് കൃത്യമായി പറഞ്ഞാൽ 184 ബൂത്തുകളിലും വോട്ടർമാർ കാത്തുനിന്ന് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നു.